സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. ഇതൊരു കോടതി ഭാഷ തന്നെയാണിപ്പത്. ഈ കോടതിയുടെ ഒരു ഭാഷ ഉണ്ടല്ലോ, ഒരു വളഞ്ഞു പിടിക്കണ ഭാഷ. അതുപോലെ തന്നെയാണ് ഈ എഴുത്തും. ഭരണഘടനാപരമല്ലാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. അങ്ങനെ സുപ്രീം കോടതി ചോദിച്ചോ? അറിയില്ല. ഈ കോടതിയുടെ നടപടി നേരിട്ട് നമുക്ക് വായിക്കാൻ ഇട വന്നാലേ എന്താണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പത്രങ്ങളിൽ വരുന്ന ഭാഷ അതിപ്പറഞ്ഞ പോലെയൊക്കെ തന്നെ വളച്ചൊടിച്ചതൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ഭരണഘടനയനുസരിച്ച് അവനവന്റെ മതവിശ്വാസത്തെ പുലർത്താനും ആ വിശ്വാസത്തിനനുസരിച്ച ആരാധനാക്രമങ്ങളും ആചാരങ്ങളും നടത്താനും എല്ലാവർക്കും അധികാരമുണ്ട്. അത് മറ്റ് ബാധ്യതകൾക്കും അധികാരങ്ങൾക്കും വിരുദ്ധമാകരുത് എന്നേ ഉള്ളൂ. ഇത് ആരാധനയെ സംബന്ധിക്കുന്ന സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി ഭരണഘടനയിൽ ഉള്ളതാണ്. വിശ്വാസത്തെ പുലർത്താനും അതിനനുസൃതമായ ആരാധനയെ നിർവഹിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. ഏതായാലും ഈ ചോദ്യം മുഴുവനൊന്ന് വായിക്കട്ടെ, എന്നിട്ടാവാം അതിന്റെ ബാക്കി. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ മാത്രമാണ് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെയുള്ള ദർശനം. 10നും 50നും വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് പോകാൻ പാടില്ലാതെയുള്ളത്. 10നും 50നും എന്നില്ല, ആർത്തവ കാലീനകളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. ആർത്തവ വിരാമം വന്നു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ ആരെയും പ്രവേശിപ്പിക്കും. അത് പ്രായമില്ല. ആർത്തവകാലീനകളായ സ്ത്രീകൾ ശബരിമലയിൽ പോകാറില്ല. അത് അവിടുത്തെ ഒരു ആചാര രീതിയാണ്. നിത്യബ്രഹ്മചാരി എന്ന സങ്കല്പവും കൊടുങ്കാട്ടിനുള്ളിലൂടെയുള്ള കഠിനയാത്രയും കാരണമാണ് ക്ഷേത്ര ദർശനത്തിന് ഇത്തരത്തിൽ നിഷ്കർഷ വന്നത്. അത് സംശയമെല്ലാം തോന്നുന്നു. വിശദീകരണം ഇതിൽ തന്നെ ഉണ്ട്. വളരെ സന്തോഷമാണ്. ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകൾക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനം അനുവദിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അടുത്ത കാലത്താണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളുടെ പള്ളികളിൽ പ്രവേശനം ലഭിച്ചത്. സുന്നി പള്ളികളിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇക്കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി ഇത്തരം പരാമർശം നടത്തുമോ? ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്ന ഈ സമയത്ത് തന്നെ എന്തിന് ശബരിമലയെ വിവാദത്തിലേക്ക് വലിച്ചിറക്കി ഇത്തരം നടപടികൾ നീതിപീഠം സ്വീകരിക്കുന്നത്? ഹിന്ദുക്കൾ മാത്രമാണോ ഭരണഘടന അനുസരിക്കേണ്ടത്? ഇതാണ് സംശയം. ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാവരും ബാധ്യസ്ഥരാണ്. ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ ഇവിടെ പ്രസക്തമായ വിഷയം, ഓരോ ആരാധനാ കേന്ദ്രത്തിനോടും ചേർന്ന് പ്രത്യേകങ്ങളായ ഒരുപാട് വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും അനുഷ്ഠാന രീതികളും ഒക്കെ നിലവിലുണ്ട്. അതെല്ലാം അതേപോലെ നിലനിന്നാൽ മാത്രമേ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു ചിന്താ പദ്ധതി, അതാണല്ലോ ഭാരതത്തിന്റെ അന്തരാത്മാവ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതത്തിന്റെ അന്തരാത്മാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണഘടന ആദ്യം മുതൽ അവസാനം വരെ എഴുതിയിട്ടുള്ളതും. അത് നിലനിൽക്കും. അതിലേക്ക് കടന്നു കയറാൻ ആർക്കും അധികാരമില്ലാത്തതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നോ ശബരിമലയിലെ ആരാധനയെ മാറ്റിമറിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് കേരള സർക്കാരിനോട് ആരാഞ്ഞിട്ടേ ഉള്ളൂ. വേണ്ടതുപോലെയുള്ള റെപ്രസെന്റേഷൻ കൊടുക്കേണ്ടത് കേരള സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷെ ഇവിടെ ഈ വിഷയം പ്രസക്തമാണ്.
പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനായ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആചാരക്രമങ്ങളുണ്ട്. അതിൽ ആർത്തവകാലീനകളായ സ്ത്രീകൾ പ്രവേശിക്കുന്നില്ല എന്നുള്ളത് ശബരിമലയിലെ സവിശേഷമായ ഒരു ആചാര രീതിയാണ്. കുട്ടികൾക്കും പ്രവേശിക്കാം, പ്രായം കഴിഞ്ഞവർക്കും പ്രവേശിക്കാം. എന്നാൽ ഇതുപോലുള്ള ആചാരക്രമങ്ങൾ സാർവത്രികമായി ഇതര മതങ്ങളിലുണ്ട്. സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ല. ആര് തന്നെയായാലും ഒരു ഗുരുദ്വാരയിലേക്ക് കയറുന്ന സമയത്ത് ശിരസിനുള്ളിൽ തുണിയിട്ട്, ശിരസിന് പുറത്ത് തുണിയിട്ട് മൂടണം. തലയിൽ തുണിയിട്ടിട്ടേ കയറാൻ പാടുള്ളൂ. അത്രേ കേട്ടു. എന്റെ സ്വാതന്ത്ര്യമാണ്, നീ ഇവിടെ കയറണ്ട, പുറത്തു നിന്നോളൂ. മുസ്ലിം പള്ളികളിലോ, ഒരു ക്ഷേത്രമല്ല ലക്ഷക്കണക്കിനായിട്ടുള്ള പള്ളികളിൽ, ഒരു പള്ളിയിൽ പോലും സ്ത്രീയെ പ്രവേശിപ്പിക്കില്ല. മുജാഹിദ്, ജമായത്തെ ഇസ്ലാമി വിഭാഗങ്ങളുടെ പള്ളികളിൽ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് മാറ്റിവെച്ചിട്ടുണ്ടാവും. ഒരു ഭാഗം, ഒരു മൂല, ഒരു സൈഡ് അതുണ്ട്. അല്ലാതെ മൊത്തത്തിൽ ഒന്നിച്ച് പുരുഷനെ പോലെയുള്ള അധികാരം ഒരു പള്ളിയിലുമില്ല. ഇപ്പൊ രാഷ്ട്രത്തിലെ ഭരണഘടനയനുസരിച്ച് പരിപാലിക്കാനുള്ള ബാധ്യത ഹിന്ദുവിനെ സംബന്ധിച്ച് മാത്രം പറയുന്നതല്ല, പറയാൻ സാധ്യവുമല്ല. ആർത്തവകാലീനകളായ സ്ത്രീകൾ കുമ്പസാരിക്കാൻ വേണ്ടി, കുർബാന കൊള്ളാൻ വേണ്ടിയും ക്രിസ്ത്യൻ പള്ളിയിൽ പോകാൻ പാടില്ല. അല്ലാത്ത സ്ത്രീകൾക്ക് പോവാം, കുർബാനയിൽ പങ്കെടുക്കാം, അതുപോലെ കുമ്പസാരിക്കാം. പക്ഷെ ആർത്തവകാലത്ത് പോകാൻ പാടില്ല. അവിടെ വികാരികളായി പുരോഹിത ഭാവത്തിൽ ഒരു സ്ത്രീയെയും സ്വീകരിക്കുകയില്ല. യേശുവിന്റെ മണവാട്ടികളായിട്ടാവാം, യേശുവിന്റെ മണവാട്ടികളായിട്ടാവാം, തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് മണവാട്ടികളുണ്ട് യേശുദേവന്. കൃഷ്ണനൊക്കെ എത്രയോ തോറ്റ് പിന്മാറി പരാജയപ്പെട്ട് ദൂരെ പോകും. കൃഷ്ണനാകെ 16,008 ഉള്ളൂ. യേശുവിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മണവാട്ടികളുണ്ട്. കാരണം ഓരോ കന്യാസ്ത്രീയും കന്യാസ്ത്രീ വ്രതം എടുക്കുന്ന സമയത്ത് ഞാൻ യേശുവിന്റെ മണവാട്ടിയാണെന്നാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ അവരെ പുരോഹിതരായിട്ട് അംഗീകരിക്കുന്നില്ല. പുരോഹിതര് പുരുഷന്മാര് മാത്രമേ ഉള്ളൂ. ഇതിന് അപവാദമായിട്ട് ചെറിയ ചില സഭകളുണ്ട്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സ്ത്രീകളെ പുരോഹിതരായിട്ട് അവരോധിച്ചിട്ടുണ്ട്. മറ്റ് മുഖ്യധാരാ സഭകളിലൊന്നും സ്ത്രീകളില്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ബഹുമാനപ്പെട്ട കോടതി പറയുക? ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ മതത്തിന്റെയും ഓരോ സമ്പ്രദായത്തിന്റെയും വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ആരാധനാ രീതികളെയും ആദരിച്ച് നിലനിർത്തുന്നതായിരിക്കും ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന അവസാന തീരുമാനം എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. കാരണം ജുഡീഷ്യറിയിൽ നമുക്ക് അങ്ങേയറ്റം വിശ്വാസം ഉണ്ട്. ആ പ്രക്രിയയിൽ ഇത്തരം ആരായലൊക്കെ ഉണ്ടാവും. പക്ഷെ ചോദ്യം പ്രസക്തമാണ്, ഈ ആരായൽ മറ്റു മതങ്ങളെ സംബന്ധിച്ചുണ്ടാവുമോ എന്ന് അറിയാനുള്ള അധികാരവും ബാധ്യതയുമൊക്കെ സാമാന്യ പൗരന് ഉള്ളതാണ്. അതിവിടെ ചോദ്യകർത്താവ് പങ്കുവെച്ചതിൽ സന്തോഷവുമുണ്ട്. നമ്മുടെ അഭിപ്രായം ഈ പറഞ്ഞതിൽ ഒതുങ്ങി.